വെൽക്കം ബാക്ക് ടു നാറ്റ് ഡെമി. എല്ലാ വിദ്യാർത്ഥികൾക്കും നാറ്റ് ഡെമിയുടെ മറ്റൊരു എക്സാം ഓറിയന്റേഷൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടൻസി എന്ന സബ്ജക്റ്റിലെ പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഭാഗത്തിൽ അല്ലേ നമ്മളുടെ 23, 24, 25, 26 എന്നൊക്കെ ആ ഒരു ചാപ്റ്ററുകളിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസേഴ്സുകളും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അവിടുന്ന് പ്യൂർലി നമുക്ക് പ്രാക്ടിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടുന്ന് വരാറുള്ളത്. ഓക്കെ, ഒരു 90% പിന്നെ ഒരു 1-2 1 ക്വസ്റ്റ്യൻസുകളാണ് പൊതുവെ അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാറുള്ളത്. അതല്ലാത്ത പക്ഷം ബാക്കിയുള്ളതെല്ലാം നമുക്ക് എസ്എ ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ ഇനി പ്രോഫിറ്റ് ആൻഡ് സപ്രിപ്പറേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്ന രീതി, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗുഡ്വിൽ കാണുന്ന രീതി അല്ലെങ്കിൽ ന്യൂ പ്രോഫിറ്റ് കാണുന്ന രീതി, ഇതുപോലത്തെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ എന്ത് ചെയ്യാറുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്തിൽ നമുക്ക് വരാറുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് അതിൽ നിന്ന് ഒരു 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നമ്മളുടെ സെഷനിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ണർഷിപ്പിൻ്റെ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ പാർട്ണർഷിപ്പിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും നിങ്ങൾ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ആ ലൈവ് ക്ലാസ് വിട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്ലേലിസ്റ്റിൽ നമ്മൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾ ആദ്യം അത് വാച്ച് ചെയ്യുക. അത് വാച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ക്ലാസ്സുകൾ കാണാം. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും കൺസെപ്റ്റുകൾ നിങ്ങൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിൽ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം. എന്താണ്? സമീർ ആൻഡ് യാസ്മിൻ ആർ പാർട്ട്നേഴ്സ് വിത്ത് ക്യാപിറ്റൽ ഓഫ് ₹50 lakh and 10 lakh. 10 ലക്ഷം 15 ലക്ഷം ക്യാപിറ്റൽ ആയിട്ടുള്ള ആളുകളാണ് ആരൊക്കെ? ഈ സമീർ ആൻഡ് യാസ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 പേര്. ആൻഡ് ദേ അഗ്രി ടു ഷെയർ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. അല്ലെ, 3:2 ആണ് എന്ത് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഷോ ഹൗ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ വിൽ ബി റെക്കോർഡഡ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ദ പാർട്ട്നേഴ്സ് ഇൻ കേസ്. അതായത് നമ്മളോട് 2 കേസ് ഇവർ പറയുന്നുണ്ട്. എന്താണ് നമ്മളോട് ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടുകളാണ് തയ്യാറാക്കാൻ പറ്റുന്നത്. ഒന്നെന്താണ്, ദ ക്യാപിറ്റൽസ് ആർ ഫിക്സ്ഡ് ഓർ ദ ക്യാപിറ്റൽസ് ആർ ഫ്ലക്ച്വേറ്റിംഗ്. നമ്മൾ 2 ടൈപ്പ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ തയ്യാറാക്കുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡും. എന്തായിരുന്നു തമ്മിലുള്ള വ്യത്യാസം? ഒരു ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റലിന് ചേഞ്ച് വരുന്നില്ല. മീൻസ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും അങ്ങനെ സെപ്പറേറ്റ് അക്കൗണ്ടുകളാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ തയ്യാറാക്കാറുള്ളത്. നേരെ മറിച്ച് ഇനി ദ ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് നമ്മൾ ഒരേ അക്കൗണ്ടുകളാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ തയ്യാറാക്കാറുള്ളത്. സോ അവിടെ 2 അക്കൗണ്ടുകളുടെ കാര്യങ്ങൾ വരാറില്ല. അവിടെ എന്ത് ചെയ്യും, ക്യാപിറ്റലിൽ ഡയറക്റ്റ് ചേഞ്ചുകൾ വരികയും ചെയ്യും എന്നുള്ളതാണ് നമ്മളതിൽ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കാം. അതുപോലെ തന്നെ ഇനി ക്യാപിറ്റൽസ് അക്കൗണ്ടിൽ മീൻസ് നമ്മുടെ ഈ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സ്ഡ് മെത്തേഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത് ഒന്ന് എന്തായിരുന്നു, നമുക്ക് അഡീഷണൽ ക്യാപിറ്റലുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തായിരുന്നു അല്ലേ. അപ്പം അങ്ങനത്തെ കേസുകളൊക്കെ എന്തായിരുന്നു, നമ്മൾ ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുന്നതായിട്ട് ഉണ്ടാവാറുണ്ട് എന്നാണ് പറയുന്നത്. മീൻസ് ക്യാപിറ്റലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമുക്ക് ആ ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ടുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ രേഖപ്പെടുത്തുന്നതാണ്. ബാക്കിയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും നമ്മൾ പാർട്ണേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത്, ഫസ്റ്റ് പാർട്ടിക്കുലേഴ്സ് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ഓൺ October 1 അല്ലേ. സമീർ അഡീഷണൽ ക്യാപിറ്റൽ കൂടി ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാണ് അമൗണ്ട്? 3 lakh, യാസ്മിൻ 2 lakh ആണ്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ മേലെ ഇവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. സോ അതെന്താണ് 5% ആണ്. 2 പേരും 5% ആണ് അല്ലേ. 2 പേർക്കും 5% പ്രകാരമാണ് ഇവർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണക്കാക്കുന്നത്. നെക്സ്റ്റ്, ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താണ്, ഡ്യൂറിംഗ് 2040 and 50 അല്ലേ, 30,000 20,000 ആണ്. അപ്പോൾ ആ ഒരു കാലയളവിൽ അവരുടെ ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 30,000 20,000 ആണ് അവരുടെ ടോട്ടൽ ഡ്രോയിങ്സ് ആയിട്ടുള്ളത്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 18,000 1,200. ഓക്കെ, 1,800 1,200 ആണ് അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അല്ലേ. അവർ ഡ്രോയിങ്സ് എടുത്തിട്ടുള്ളതിന്റെ ഇൻട്രസ്റ്റ് ആണ് എന്തുള്ളത് അവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് സാലറീസ് ആണ്. അവരുടെ സാലറീസ് എത്രയുണ്ട്, 20,000 ഉണ്ട്, 7,000 ഉണ്ട്. അതുപോലെ തന്നെ കമ്മീഷൻ കൈപ്പറ്റുന്നുണ്ട്. ഇവരിൽ ഒരാൾ കമ്മീഷൻ കമ്മീഷൻ കൈപ്പറ്റുന്നത് സമീർ മാത്രമാണ് കമ്മീഷൻ കൈപ്പറ്റുന്നത്. അതിന് 10,000 കിടക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ, ഷെയറിംഗ് ലോസ് ഫോർ ദ ഇയർ അല്ലേ. അവർക്ക് ലോസ് വന്നിട്ടുണ്ട് അല്ലേ. ഷെയറിംഗ് ലോസ് ഫോർ ദ ഇയർ 2040 and 50 60,000 and 40,000. അത് അവർക്ക് ആ ഒരു ഇയറിൽ ഒരു ലോസ് ആയിട്ടും അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഭാഗത്തിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്താണ് നമ്മൾ തയ്യാറാക്കേണ്ടി വരിക, നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. സോ നമുക്ക് ഇത് 2 മെത്തേഡുകളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളതിൽ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ 2 മെത്തേഡിൽ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് ഞാൻ അതിന്റെ ആൻസർ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട്നേഴ്സിന്റെ ഫിക്സ്ഡ് ക്യാപിറ്റൽ തയ്യാറാക്കുന്ന സമയത്ത് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ, ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ 2 അക്കൗണ്ടുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും അല്ലേ. 2 അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. സോ കാണാം ഇതാണ്, അപ്പോൾ എന്താ ക്യാപിറ്റൽസ് ആർ ഫിക്സ്ഡ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം തയ്യാറാക്കുക, നമുക്കറിയാം നമ്മുടെ ഒരു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലെഡ്ജർ കോളത്തിന്റെ സെയിം ഫോർമാറ്റുകളായിട്ടാണ് വരിക. മീൻസ് അതിൽ എന്ത് ചെയ്യും, എത്ര പാർട്ണേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് ആ പാർട്ണേഴ്സിന്റെ എണ്ണം നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും അല്ലേ. ഡേറ്റ് കോളം, പെർട്ടിക്കുലർ കോളം, ജെഎഫ് കോളം വരുന്നുണ്ട്. പിന്നെ എന്താണ്, സെമീർ അതുപോലെ തന്നെ യാസ്മിൻ അല്ലേ. അവിടെ മീൻസ് എത്ര പാർട്ണേഴ്സ് ഉണ്ടോ അത്രത്തോളം കോളംസ് നമ്മൾ ആഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലും അതുപോലെ വരും.
ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മൾ പാർട്ട്നേഴ്സ് ഫിക്സഡ് മെത്തേഡിലാണ്. സോ നമ്മൾ രണ്ട് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ് ഇബാഡി എന്ന് പറഞ്ഞിട്ട് അവർ ആദ്യം കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റൽ കാണിക്കുന്നു 18 lakh 12 lakh. അപ്പോൾ ഇനി നോർമൽ കേസിൽ എന്തുണ്ടായില്ല, ഇവർക്ക് ഇതിന്റെ മേലിൽ വല്ല അഡ്ജസ്റ്റ്മെന്റ്സുകളൊന്നും വരാറില്ല. ഇൻ കേസ് വരുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ എന്തായിരുന്നു, അഡീഷണൽ ക്യാപിറ്റൽ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഈ ക്വസ്റ്റനിൽ എന്താണ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എങ്ങനെ എത്രയാണ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ നോക്കി നിങ്ങൾക്ക് കാണാം, എത്ര 3 lakh 2 lakh ആണ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എത്ര ഏത് ഡേറ്റിലാണ്, October 1st അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടോ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് October 1st അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്ര കാണിക്കുന്നു, 3 lakh 2 lakh എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ നമ്മളവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞു. സോ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് ക്യാപിറ്റൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യം നമുക്ക് അതിൽ വരുന്നില്ല, നമുക്ക് അതിൽ എഴുതേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇതെന്താണ് ഫിക്സഡ് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് അതിനെ ബാലൻസ് ചെയ്യാം. ഓക്കെ, ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടോ നമ്മൾ ബാലൻസ് അമൗണ്ട് നമ്മൾ 8 lakh 12 lakh എന്ന രൂപത്തിൽ എടുത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ബാലൻസ് മീൻസ് നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ബാലൻസ് സൈഡ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഡെബിറ്റ് സൈഡിലോട്ട് എടുത്ത് കാണിക്കുന്നു. നമ്മൾ നോർമലാക്കി ബാലൻസ് ചെയ്യുന്ന രൂപത്തിൽ തന്നെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ മെത്തേഡിൽ കഴിഞ്ഞിട്ടില്ല. ഇനിയാണ് നമ്മൾ പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കേണ്ടതായിട്ടുള്ളത്. പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഇവരിവിടെ രണ്ട് മീൻസ് നമ്മൾ ചില കാര്യങ്ങൾ കണ്ടെത്തുന്നത് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റുകൾ അവിടെ ചെയ്യാനുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിൽ വരുന്ന എൻട്രീസ് ഏതൊക്കെ നോക്കാം. ഒന്നെന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലേ, അത് നമുക്ക് എന്താണ് കറന്റ് അക്കൗണ്ട് രേഖപ്പെടുത്താനുള്ളതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് രണ്ടുപേരുടെയും 5% വെച്ചിട്ടാണ് രണ്ടുപേരുടെയും മേലിൽ കാണാനുള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് നോർമൽ കേസിൽ കാണാറുള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ കാണാറുള്ളത്, രണ്ടിനും എന്താണ് 5% ആണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാണുന്നത്, എങ്ങനെയാണ് അതിൽ കാണാൻ നോക്കാം. അപ്പോൾ നമുക്ക് നോർമൽ കേസിൽ ഇവരുടെ ക്യാപിറ്റൽ എത്രയായിരുന്നു, ഇവരുടെ ക്യാപിറ്റൽ എത്രയാണെന്ന് നോക്കി നോക്കാം. ഇവരുടെ ക്യാപിറ്റൽ എത്രയായിരുന്നു അമൗണ്ട് വരുന്നത് അല്ലേ. ഫസ്റ്റ് അമൗണ്ട് വരുന്നത് എത്രയാണ്, 50 lakhും 10 lakhും ആണ് ഇവരുടെ ഫസ്റ്റ് ക്യാപിറ്റൽ വരുന്നത് അല്ലേ. അപ്പോൾ 50 lakh ആണ് ഒരാൾ എന്താണ് 50 lakh ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് 12 lakh ആണ്. ഓക്കെ, അപ്പോൾ സെമീറിന്റെ എത്രയാണ്, സെമീറിന്റെ 50 lakhും അതുപോലെ തന്നെ യാസ്മിന്റെ എത്രയാണ് 10 lakhും ആണ് എന്തുള്ളത് നമ്മളുടെ ഇവരുടെ ക്യാപിറ്റൽ ആയിട്ട് ഉള്ളത് അല്ലേ, ഇവരുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോർമൽ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് നമുക്ക് ഇതിന്റെ 5% അങ്ങോട്ട് കണ്ടാൽ മതി അല്ലേ. നമ്മൾ ഇതിന്റെ 15 ലക്ഷം ഇൻറ്റു 5/100 എന്നുള്ള രൂപത്തിൽ നമുക്ക് ഇതിന്റെ 5% നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് മാറും. പക്ഷേ ഇവിടെ അതാണോ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്, നമുക്കിവിടെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഇവിടെ തന്നിട്ടുണ്ടോ? യെസ്, നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഇവിടെ എന്തുകൊണ്ട് ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ ലെവൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതും അവർ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റലാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനെങ്ങനെ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ട് അല്ലേ. October 1st എന്ത് ചെയ്യുന്നത് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഇയർ എൻഡ് എന്ന് പറയുന്നത് March 31st ആണ്. സോ നമ്മുടെ കയ്യിൽ എത്ര മാസം നമ്മുടെ കയ്യിൽ ഈ ഒരു ക്യാപിറ്റൽ ഉണ്ടായിട്ടുണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ എത്ര മാസം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാം. October 1st ആണ് അല്ലേ. അപ്പോൾ ഒക്ടോബർ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസം കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഇവരുടെ ഈ ഒരു അഡീഷണൽ ക്യാപിറ്റൽ നമ്മുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ട് അല്ലെ. ബിസിനസിന്റെ കയ്യിൽ 6 മാസം ഉണ്ടായിട്ടുണ്ട്. സോ നമ്മൾ 6 മാസത്തിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ഈ ഒരു അമൗണ്ടിന്റെ മേലും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് 2 രൂപത്തിൽ ചെയ്യാം. ഒന്ന് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം, ഈ രൂപത്തിൽ, അതായത് നോർമൽ ഇതെന്താണ്, ഇത് 1 ഇയറിന്റെ കേസ് അല്ലേ. സോ 50 lakh എന്ന് നമ്മുടെ കയ്യിൽ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം 15 ലക്ഷത്തിന്റെ കാണാം അല്ലേ. ഈ 5% കണ്ടു കഴിഞ്ഞാൽ ഇത് 75,000 കിട്ടും. അതുപോലെ തന്നെ ഈ 10 lakhന്റെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 5/100 ഓക്കെ നമുക്ക് 50,000 കിട്ടും അല്ലേ. 50,000 നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇത് ഇവരുടെ ഈ ഒരു 10 lakhന്റെ 1 ഇയറിൻ്റെതാണെന്ന് നമുക്ക് പറയാം അല്ലേ. ഇത് രണ്ടും 1 ഇയറിന്റെ ആണ്. ഇനി ഇവർ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള എത്രയാണ്, 3 ലക്ഷമാണ് ഇവർ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഈ 3 ലക്ഷത്തിന്റെ ഒരു വർഷത്തിൽ കാണണം. ഒരു വർഷത്തിൽ നമുക്ക് ഇത് വേണ്ട, നമുക്ക് 6 മാസത്താണ് നമുക്ക് ആവശ്യം. സോ നമ്മൾ എന്ത് ചെയ്യണം, 3 ലക്ഷം ഇൻറ്റു 5/100 ഇതിപ്പോൾ എത്രയായി, ഇതിപ്പോൾ ഒരു വർഷത്തായിരിക്കും നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം 6/12 എന്നുള്ളൊരു രീതിയിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 3000 ഇൻറ്റു 15,000 എന്നുള്ളത് കിട്ടും. 15,000 മാത്രമല്ല 6/12 എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇതിന്റെ നേരെ പകുതി എടുത്താൽ മതി അല്ലേ. അപ്പോൾ 7,500 ഓക്കെ, 7,500 ആണ് നമുക്ക് എന്ത് വരുന്നത്, നമുക്ക്
ഇതിൽ വരുന്നുണ്ടായിരിക്കും. സോ അപ്പോൾ നമുക്ക് ഈ ഒരു സെമീറിന്റെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ് ഒരു വർഷം? നമുക്ക് 75,000 പ്ലസ് 7,500 ഈക്വൽ ടു 82,500. ഇങ്ങനെയായിരിക്കും നമുക്ക് എന്തായിരിക്കാം ഈ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 82,500 എങ്ങനെയാണ് നമ്മൾ കണ്ടത്? അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. സെയിം കേസിനെയാണ് ഇവിടെയും. ഇവിടെ എത്രയാണ് നമുക്ക് അഡീഷണൽ ക്യാപിറ്റൽ വന്നിട്ടുള്ളത്? അഡീഷണൽ ക്യാപിറ്റൽ 2 lakh ആണ്. സോ 2 lakhന്റെ നമുക്ക് എത്ര മാസത്തിന് കാണണം? 6 മാസത്തിന് കാണണം. സോ 5% എടുത്തു കഴിഞ്ഞാൽ വെട്ടിക്കളയാൻ എത്രയാണ്? 1000 ആണ് അല്ലേ? 1000 ആണ് വരുന്നത് അല്ലേ? 2 lakhന്റെ 1000 വരുന്നു. ഓക്കെ, ആ സെയിം ഫോർമാറ്റ് തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത് ഇവിടെ നമുക്ക് വരുന്നത് അല്ലേ? 2 lakh into 5/100 സീക്വൽ എത്ര വരിക? നമുക്ക് 2,00,000 2 വെട്ടിക്കളഞ്ഞാൽ 2000 into 5 എത്ര? 10,000 നമുക്ക് വരും. 10,000 കഴിഞ്ഞിട്ടില്ല. ഇവിടെ എന്തുണ്ടാവും? 6/12 ഉണ്ടായിരിക്കും അല്ലെ? 6/12 ഉണ്ടേ. 6/12 കാണുന്നത് നമുക്ക് 6 മാസത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ്. സോ 6/12 ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ നേരെ പകുതി എടുത്താൽ മതി. എത്രയാണ്? 5,000. അപ്പൊ ഈ യാസ്മിന്റെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ ഈ 50,000 അല്ലെ? 50,000 പ്ലസ് 5,000 അല്ലെ? എത്ര ആൻസർ വരിക? 55,000 ആണ് നമുക്കതിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നുണ്ടായിരിക്കുക. സോ ഇങ്ങനത്തെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കൂടി ഇതിൽ കാണിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാം കേട്ടോ, ഇവിടെ 82,500 55,000 അത് അങ്ങനെയാണ് നമ്മൾ ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്താണ് നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് നമുക്ക് ഡയറക്റ്റ് ചെയ്തേണ്ട ആവശ്യമുള്ളൂ. സെപ്പറേറ്റ് അതിന്റെ മേലൊന്നും വരുന്നില്ല. ഡ്രോയിങ്സ് എവിടെയാണ്? നമ്മൾ പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഓക്കെ ഡ്രോയിങ്സ് അല്ലേ? നമ്മൾ പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ 30,000 അതുപോലെ 20,000 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് കാണിക്കുന്നു. അതുപോലെ തന്നെ ഈ പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ അതുപോലെ തന്നെ എവിടെ കാണിക്കുന്നത്? നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സാലറി എന്താണ്? 20,000 അല്ലേ? 20,000 7,000 നമ്മൾ ഡയറക്റ്റ് കാണിക്കുകയാണ്. ഓക്കെ, കമ്മീഷൻ അവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്നില്ല. നമുക്ക് എന്താണ്? ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ കറക്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി? അതനുസരിച്ച് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അവസാനം നമ്മൾ ഈ ഒരു വർഷത്തിന് മുതൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയ സമയത്ത് മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കിയ സമയത്ത് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഇവിടെ കിട്ടിയിട്ടുള്ളത് ലോസ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നു. നമ്മൾ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുമായിരുന്നു. ഓക്കെ, സോ ലോസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 60,000 and 40,000 എന്ന രൂപത്തിൽ നമ്മൾ ലോസ് കാണിക്കുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ രണ്ടിനെയും കൂടി നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ബി ബാഡി എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ മീൻസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുന്നത്. അത് ഫിക്സ്ഡ് മെത്തേഡിലാണ് നമ്മൾ ഈ രൂപത്തിൽ തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ കറണ്ട് അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ മീൻസ് പാർട്ട്നേഴ്സ് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഇങ്ങനെ ഒറ്റ അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത്. അതിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റൊരു അക്കൗണ്ടിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക കാണിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, കണ്ടോ ഡ്രോയിങ്സ് അതുപോലെ തന്നെ ബാലൻസ് ബി കണ്ടോ ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ കാണിച്ചിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ സെയിം അക്കൗണ്ട് തന്നെ കാണിക്കുന്നു. എല്ലാം നമ്മൾ അതിനനുസരിച്ച് കാണിക്കുന്നു. ശേഷം എന്ത് ചെയ്യാണ്? ഇപ്പോൾ ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ് കിടക്കുന്നത്? കണ്ടോ 18 എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ക്യാപിറ്റലിൽ ഡയറക്റ്റ് വ്യത്യാസം ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഈ ഇയറിൻ്റെ ആ സമയത്ത് ക്യാപിറ്റലിൽ ഫ്ലക്ച്വേഷൻ വരുന്നു. മറ്റേ മെത്തേഡിൽ എന്ത് വരുന്നില്ല? ഫിക്സ്ഡ് മെത്തേഡിൽ ക്യാപിറ്റലിൽ ഫ്ലക്ച്വേഷൻ വരില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഈ ഒരു ഭാഗത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയേണ്ട പാർട്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ഒരു നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് പറയാം അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഒരു മറ്റൊരു വേർഷൻ എന്ന് പറയാം. ഇറ്റ് ഷോസ് ഹൗ ദ പ്രോഫിറ്റ്സ് ആർ അപ്രോപ്രിയേറ്റഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ പാർട്ട്നേഴ്സിനിടയിൽ എങ്ങനെയാണ് ഈ പ്രോഫിറ്റും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആയിക്കോട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഒരു അക്കൗണ്ടാണ്. ആൻഡ് ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻ ദ റെസ്പെക്ട് ഓഫ് പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എക്സെട്ര ആർ മെയ്ഡ് ത്രൂ ദിസ് അക്കൗണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടാണ് നമ്മുടെ പാർട്ട്നേഴ്സിന്റെ സാലറി ആയിക്കോട്ടെ, പാർട്ട്നേഴ്സിന്റെ കമ്മീഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലൂടെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇങ്ങനെ കുത്തിക്കൊള്ളിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതെല്ലാം നമുക്ക് കൺസിഡർ ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഒരു അമൗണ്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ്? അമിത്, ബാബു ആൻഡ് ചാരു സെറ്റ് അപ്പ് എ പാർട്ണർഷിപ്പ് ഫേം ഓൺ April 1st, 2015. 2015 എന്ത് ചെയ്തു? ഒരു പാർട്ണർഷിപ്പ് ഫേം അവർ സെറ്റ് ചെയ്തു. ആൻഡ് ദേ കോൺട്രിബ്യൂട്ടഡ് rupees 50,000, 40,000 and 30,000 respectively as their capitals and agreed to share profit and losses in the ratio of 3:2:1. അപ്പോൾ അവര് 50,000, 40,000, 30,000 എന്ന രൂപത്തിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ റേഷ്യോ എത്രയാണ്? 3:2:1 അല്ലേ? ആൻഡ് അമിത് ഈസ് ടു ബി പെയ്ഡ് എ സാലറി ഓഫ് ₹10,000 പെർ മന്ത് എന്നാണ്. അതായത് അമിത്തിന് നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? മാസത്തിൽ 1000 രൂപ സാലറി ആയിട്ട് നമ്മൾ കൊടുക്കാനുണ്ട് എന്നുള്ളതാണ്, കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ മാസത്തിലായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട് തയ്യാറാക്കുന്ന സമയത്ത് അല്ലേ, പാർട്ട്നേഴ്സിന്റെ ഒരു അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ 10,000 into 12 അല്ലേ 12,000 രൂപയായിരിക്കും നമുക്ക് അതിൽ ടോട്ടൽ അമൗണ്ട് കാണിക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം. നെക്സ്റ്റ് കമ്മീഷൻ ഓഫ് ₹5,000 അല്ലേ, ഒരു
ആൻഡ് ബാബു എ കമ്മീഷൻ ഓഫ് ₹5,000. ബാബുവിന് എന്തുണ്ട്? ഒരു 5,000 കമ്മീഷൻ ഉണ്ട് അല്ലേ, കമ്മീഷൻ ആയിട്ടും ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡഡ് ദാറ്റ് ഇൻട്രസ്റ്റ് ടു ബി അലൗഡ് ഓൺ ക്യാപിറ്റൽ അറ്റ് 6% പെർ ആനം. അപ്പോൾ ഈ ഒരു പെർ ആനത്തിൽ നമുക്ക് എന്തുണ്ട്? 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കൊടുക്കുന്നുണ്ട്. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ എത്രയാണോ അതിന്റെ 6% നമ്മൾ കാണുന്നു. ഓക്കെ, നെക്സ്റ്റ് ദ ഡ്രോയിങ് ഓഫ് ദി ഇയർ വേർ അമിത് 6,000, 4,000 ആൻഡ് ചാരു ₹2,000. അല്ല അവിടെ ഡ്രോയിങ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 270 ആൻഡ് 180 അതുപോലെ തന്നെ 90 അല്ലേ. അതായത് അമിത്തിന്റെ ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 270 ആണ്. അതുപോലെ തന്നെ ബാബു എന്ന് പറയുന്നത് 180 ആണ്. അതുപോലെ തന്നെ ചാരുവിന്റെ എന്താണ്? 90 ആണ്. ഓക്കെ, ആൻഡ് ദ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിംഗ് March 31, 2016 വാസ് ₹35,660. അപ്പോൾ അവരുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ₹35,660 അവർക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രിപ്പയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു ഷോ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് അമംഗ് ദ പാർട്ട്നേഴ്സ്. അപ്പോൾ പ്രോഫിറ്റ് അപ്പോൾ ഈ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഇവർ ലാഭം എങ്ങനെ വീതിക്കും എന്നുള്ളതിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതാണ് നമ്മൾ എന്ത് ചെയ്യാം? നമ്മളുടെ ഫോർമാറ്റ് നമുക്കറിയാം അല്ലേ, നമ്മുടെ T ഫോർമാറ്റ് തന്നെയാണ്. നമുക്കിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് നമുക്ക് ഹെഡിങ് കൊടുക്കാം. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നിങ്ങളത് ഫുള്ളാക്കിയിട്ട് എഴുതണേ. പ്രോഫിറ്റ് P&L എന്നൊന്നും ഇട്ട് വെക്കരുത്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന എൻട്രീസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഹെഡിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ്? പെർട്ടിക്കുലേഴ്സ് ആണ് അല്ലേ, പെർട്ടിക്കുലേഴ്സ് ആണ്. പിന്നെ അമൗണ്ട് കോളം വരുന്നുണ്ട്, വീണ്ടും പെർട്ടിക്കുലേഴ്സ് ആണ്. പെർട്ടിക്കുലേഴ്സ് ഇവിടെ എന്താണ്? അമൗണ്ട് കോളാണ്. പെർട്ടിക്കുലേഴ്സ് അമൗണ്ട്. ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളിതിനെ കാണിക്കേണ്ടതായിട്ടുള്ള. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിൻ്റെയും എൻട്രി ഏതൊക്കെയാണ് നമ്മളിത് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? കാണിക്കാം. അപ്പോൾ നമുക്ക് ഇതിലെ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫസ്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാലറിയാണ്. ആർക്കുള്ള സാലറിയാണ്? അമിത്തിനുള്ള സാലറിയാണ് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം? അമിത് സാലറി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഫസ്റ്റ് തന്നെ നമുക്ക് അതിന്റെ എൻട്രി കാണിക്കാം അല്ലേ. ഇപ്പോൾ നമ്മളത് കാണിക്കുന്നത് എവിടെയാണ്? നമ്മളിതിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ടു അമിത് സാലറി റുപ്പീസ്. നമുക്കറിയാം എന്തിനാണ്? 1000 ആണ് അല്ലെ. 1000 എന്നുള്ളത് 12 മാസത്തിനാക്കി നോക്കുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? 12,000 rupees ആണ് നമുക്ക് എന്ത് വരിക? നമുക്ക് അതിന്റെ ടോട്ടൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ നമുക്ക് വരുന്നത്? പിന്നെ കമ്മീഷൻ വരുന്നുണ്ട്. കമ്മീഷൻ ഓഫ് ₹5,000 ആർക്കാണ്? ബാബുവിനാണ് കമ്മീഷൻ ഉള്ളത്. സോ നമുക്ക് ആ കമ്മീഷനും കൂടി ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്താണ്? ടു കമ്മീഷൻ ബാബുവിന്റെ കമ്മീഷൻ ആണ്. എത്രയാണ്? 5,000 ആണ് ബാബുവിന്റെ കമ്മീഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, 5,000 ആണ് ബാബുവിന്റെ കമ്മീഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് ടു ബി അലൗഡ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 6% പെർ ആനം. 6% ഇവർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. സോ നമ്മൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുന്നത്? ഇവരുടെ ക്യാപിറ്റൽ എത്രയാണ്? 50,000, 40,000, 30,000 അല്ലേ. സോ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒന്ന് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലേ. ഓക്കെ, അപ്പോൾ ഒരാളുടെ എത്രയാണ്? 50,000 ആണ് ഒരാളുടെ ഉള്ളത്. മറ്റൊരാളുടെ എത്രയാണ്? 40,000 ആണ്. അടുത്തൊരാളുടെ 30,000 ആണ്. ഇങ്ങനെയാണ് നമുക്കുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ എല്ലാം 6% ആണ് നമ്മൾ കാണുന്നത്. സോ 50,000 6% നമ്മൾ എങ്ങനെ കാണുന്നു? 50,000 ഇൻറ്റു 6/100 നമ്മുടെ 6% അല്ലേ. അതെല്ലാം നമ്മൾ കാണുന്നത്. സോ നമുക്ക് ക്രോസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? 500 ഇൻറ്റു 6 എത്രയാണ്? ഒരാളുടെ 3,000 വരുന്നു. നെക്സ്റ്റ് ആളുടെ എത്രയാണ് നോക്കാം? 40,000 ഇൻറ്റു 6/100. ഓക്കെ, എത്രയാണ്? 400 ഇൻറ്റു 6 എത്രയാണ്? 2,400. നെക്സ്റ്റ് 30,000 അല്ലേ. 30,000 ഇൻറ്റു 6/100 എത്രയാണ് വരുന്നത്? 1,800. ഇങ്ങനെ 3 രൂപത്തിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര വരുന്നത്? 3,000 പ്ലസ് 2,400 പ്ലസ് 1,800. അപ്പോൾ എത്രയാണ്? 5,400 പ്ലസ് 7,200 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടായിരിക്കാം അല്ലേ. 600 യെസ്, അത്ര തന്നെ 7,200 ആണ് നമുക്ക് എന്ത് വരുന്നത്? നമുക്ക് വരുന്നത്. സോ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാണിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് കാണിക്കാം അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇവിടെ ഓരോ പാർട്ട്നേഴ്സിന്റെ പേര് നമ്മൾ കൃത്യമായിട്ട് എഴുതേണ്ടതായിട്ടുണ്ട്. സോ ആരൊക്കെയായിരുന്നു? അമിത്,
ബാബു അതുപോലെ തന്നെ ചാരു അല്ലേ. സോ അമിത്തിന് എത്രയാണ് 3000 ആണ്, ബാബുവിന് 2400 ആണ്, ചാരുവിന് 1800 ആണ്. ടോട്ടല് 7200. സോ നമ്മൾ ഇങ്ങനെ ഇതിനെ കാണിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഏകദേശം നമ്മൾ എൻട്രീസ് ഒക്കെ കഴിഞ്ഞോ എന്ന് നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. കേട്ടോ, ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ രേഖപ്പെടുത്താറുള്ളത് ഏത് സൈഡിലാണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ രേഖപ്പെടുത്താറുള്ളത് നമ്മുടെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ രേഖപ്പെടുത്താറുള്ളത്. ഓക്കെ, സോ നമുക്കിനി ക്രെഡിറ്റ് സൈഡ് നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം രേഖപ്പെടുത്തേണ്ടത് എന്താണ്? ഇവിടെ നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, റൈറ്റ്? പ്രോഫിറ്റ് തന്നിട്ടില്ലേ? എത്രയാണ് പ്രോഫിറ്റ്? 35,660. സോ നമുക്ക് എന്താണ് ഇവിടെ പ്രോഫിറ്റ് ചെയ്യാം. പ്രോഫിറ്റ് നമ്മൾ എങ്ങനെയാണ് കാണിക്കാം? ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ നമുക്ക് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബൈ P&L അക്കൗണ്ട് എത്രയാണ്? 35,660 അല്ലേ. 35,660. അപ്പോൾ അതാണ് നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് ആ സൈഡിൽ നമുക്ക് കാണിക്കുന്നതായിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാണ്? 270, 180, 90 അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലേ. നമുക്ക് ഓരോരുത്തരുടെ പേര് എഴുതാം. ഏതൊക്കെയാണ്? അമിത്, ബാബു, അതുപോലെ തന്നെ ചാരു വരുന്നുണ്ട് അല്ലേ. 180, സോറി 180 മുമ്പ് 270 ഉണ്ട്. ഓക്കെ, $270, 180, 90 ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. സോ ഇതിന്റെ ടോട്ടൽ എത്രയാണ് നോക്കാം. നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ഇങ്ങോട്ട് ടോട്ടലാക്കിയിട്ട് മാറ്റി ചെയ്താൽ 270 പ്ലസ് 360. ഓക്കെ, 540 എന്ത് ചെയ്യും? നമുക്ക് ആൻസർ കിട്ടും അല്ലേ. 540 നമുക്ക് അതിന് ആൻസർ കിട്ടാം. ഓക്കെ, സോ ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്തു? എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും നമുക്ക് എൻ്റർ ചെയ്യാനുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ നോക്കാം. എന്തെങ്കിലും നമുക്ക് എൻ്റർ ചെയ്യാനുണ്ടോ? ഇല്ല, നമുക്ക് ഇനി ഒന്നും ബാക്കിയില്ല എൻ്റർ ചെയ്യാൻ. സോ നമുക്കിനി എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ ഇനി ബാലൻസ് ചെയ്ത് നോക്കാം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് നോക്കാം. ആ കിട്ടിയ അമൗണ്ടിനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും. ഓക്കെ, അതിന് പാർട്ട്നേഴ്സിന് നമ്മൾ എങ്ങനെ വീതിച്ചു കൊടുക്കേണ്ടത്? അവരുടെ റേഷ്യോ എന്താണോ ആ റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക? നമ്മൾ അവയെ വീതിച്ച് കൊടുക്കേണ്ടതായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിൽ നോക്കാം? ഓക്കെ, സോ നമ്മൾ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. രണ്ട് സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കുകയാണ്. സോ ടോട്ടൽ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മളിവിടെ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എത്രയാണ്? ഓക്കെ, 36,200 ആണ് നമുക്ക് ടോട്ടൽ വരുന്നത്. സോ ഇതിനാണ് വലിയ എമൗണ്ട് ആയിട്ട് വരുന്നത്. നമ്മൾ റഫായി ടോട്ടൽ ചെയ്താലും അവിടെ തന്നെ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. നമുക്ക് ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന രൂപത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ അവിടെ ഉള്ളൂ. 36,200 ആണ്. സോ 36,200 നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഭാഗത്തുള്ള അമൗണ്ടുകളൊക്കെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്ത് കളയാം. എന്നാലും നമുക്ക് ഒരു ടാലി ആയിട്ടുള്ള അമൗണ്ട് ഇവിടെ കിട്ടത്തുള്ളൂ അല്ലേ. സോ നമുക്ക് അതിനെ മൈനസ് ചെയ്ത് കളയാം. അങ്ങനെ മൈനസ് ചെയ്ത് കളയുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഒന്ന് മൈനസ് ചെയ്ത് നോക്കുക. സോ മൈനസ് ചെയ്ത് കളയുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ കിട്ടുന്ന അമൗണ്ട് എന്ന് പറയുന്നത് 12,000 ആണ് നമുക്കിവിടെ ടോട്ടൽ അമൗണ്ട് കിട്ടിയിട്ടുള്ളത്. ഈ എമൗണ്ട് അങ്ങനെ ടോട്ടലായിട്ട് മാത്രം എഴുതിയാൽ പോരാ. നമ്മൾ എന്ത് ചെയ്യണം? ഈ അമൗണ്ട് ആർക്കൊക്കെ ഉള്ളതാണ്? 3 പേര് കൂടിയുള്ളതാണ്. മീൻസ് 3 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടുള്ളതാണ്. സോ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ആരൊക്കെയാണ്? അമിത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, അതുപോലെ തന്നെ ബാബുവിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, ചാരുവിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവർക്ക് 3 പേർ കൂടെ എന്ത് ചെയ്യണം? ഈ ഒരു അമൗണ്ടിനെ നമ്മൾ വീതിച്ച് നൽകണം. സോ എങ്ങനെ നമ്മൾ ഈ അമൗണ്ടിനെ വീതിക്കാം? ഇവരുടെ റേഷ്യോ പ്രകാരമാണ് നമ്മൾ വീതിക്കേണ്ടത്. ഇവരുടെ റേഷ്യോ എത്രയാണ്? 3:2:1 അല്ലേ. സോ 12,000 നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു രീതിയിൽ നമുക്ക് വീതിച്ച് നോക്കാം. ഓക്കെ, സോ 12,000 ആണ്. ഓക്കെ, 12,000 ആണ് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 3:2:1 രൂപത്തിലോട്ട് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. എത്രയാണ്? അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതാണ് 3 എന്ന് പറയുന്ന പോർഷനുള്ള ആൾക്ക് നമുക്ക് നോക്കാം. 12,000 ഇൻറ്റു 3 ബൈ നമ്മൾ എത്ര വെച്ചാൽ ബൈ ചെയ്യാം? ഇത് 3നെയും കൂടി ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ എടുക്കാം അല്ലേ. 3+2 5, 5+1 6 അല്ലേ. 3/6 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇത് കണ്ടാൽ തന്നെ അറിയാം 3/6 ആണ്. എന്താണ്? മീൻസ് നേരെ പകുതിയാണ്, 1/2 ആണ് അല്ലേ. അപ്പോൾ ഇതിന് നേരെ പകുതി എടുത്താൽ മതി. എത്രയാണ്? 6,000 ആയിരിക്കും ഒന്നാമത്തിൻ്റെ വരാം അല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. 12,000 ഇൻറ്റു നമുക്ക് രണ്ട് നേരിയ ആളുടേതാണ്. 12,000 ഇൻറ്റു 2/6 അല്ലേ. 2/6 എന്ന് പറയും അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എത്രയായിരിക്കും നമുക്ക് ഇതിൻ്റെ ആൻസർ വരാം? നമുക്കിതിനെ 12,000 കൊണ്ട് നമുക്ക് 12,000 ഹരിക്കണം 6 എന്നുള്ള രൂപത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റും അല്ലേ. അതായത് 1000 ഇൻറ്റു 6 എന്നാൽ 6,000 അല്ലേ. അപ്പോൾ 2000 ഇൻറ്റു 6 12,000 നമുക്ക് എളുപ്പം കിട്ടാൻ പറ്റുന്ന രീതി അതൊക്കെയാണ്. സോ നമുക്ക് എന്താണ് ഇവിടെ 2,000 എന്ന് കിട്ടും. സോ 2,000 ഇൻറ്റു 2 4,000 അല്ലേ. 4,000 വരും. നെക്സ്റ്റ് ദ ലാസ്റ്റ് വൺ 12,000 ഇൻറ്റു 1/6 അല്ലേ. 1/6 നമുക്ക് എത്രയാണ് ആൻസർ വരുന്നത്? വീണ്ടും ഇവിടെ 2,000 നമുക്ക് എടുക്കാം. 2,000 എടുത്തു കഴിഞ്ഞാൽ 2,000 ഇൻറ്റു 1 2,000. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കാം? 3 പേർക്ക് ഇത് വീതിക്കുന്നുണ്ടായിരിക്കാം. 6,000 4,000 2,000. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വീതിച്ച് നൽകാം. ഓക്കെ, 6,000 4,000
2,000. സോ അത് 3 നമുക്ക് 12,000 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. പിന്നെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്ക് ഈ അമൗണ്ട് അവിടെ രേഖപ്പെടുത്തുകയും ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അതിന് ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്യാം. ആൻസർ കീ ആണോ, ആൻസർ കീ നമുക്ക് ഈ രൂപത്തിലാണ് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ഇതാണോ ഈ രൂപത്തിലാണ് നമ്മൾ ഫസ്റ്റ് ആമത്തിന് സാലറി കൊടുത്തു, ബാക്കിയുടെ കമ്മീഷൻ ആഡ് ചെയ്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 പേരിൽ കൊടുത്തു കഴിഞ്ഞു. ക്യാപിറ്റൽ അക്കൗണ്ട് കണ്ടോ 12,000 എന്നുള്ള രൂപത്തിൽ കൊടുത്തു. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ പ്രോഫിറ്റ് നമ്മൾ കൊണ്ടുവന്നു. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലേ അത് കാണിച്ചിട്ടുണ്ട്. ബാലൻസ് ചെയ്ത് നമുക്ക് അമൗണ്ട് കിട്ടി, അത് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ വീതിച്ച് കൊടുക്കുകയും ചെയ്തു. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഭാഗത്തിൽ നമുക്ക് പൊതുവെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇങ്ങനത്തെ ഭാഗത്തിൽ നമുക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ഇതിന്റെ മറ്റു ഭാഗങ്ങൾ കൂടി നമുക്ക് ഇനി ചെയ്ത് നോക്കാനുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഗുഡ്വില്ലിന്റെ കേസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മുടെ മറ്റ് ക്ലാസ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെക്കുറിച്ച് ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഇതൊരു സീരീസ് ആയിട്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഭാഗവും, അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സസ് എല്ലാ ദിവസവും രാത്രി 7 മണി മുതൽ 9 വരെ നടക്കുന്നുണ്ട്. അതിൽ നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളും നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. സോ ഇതിന്റെ നെക്സ്റ്റ് സീരീസിൽ നമുക്ക് എന്ത് ചെയ്യാം, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഈ അടുത്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇനി പുതിയൊരു ഭാഗം നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ അതിന്റെ ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കമന്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ഭാഗം നമുക്ക് കൃത്യമായിട്ട് എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ഒരു പോർഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ഭാഗമായിട്ട് വീണ്ടും കാണാം. സോ അതുവരെ ഗുഡ് ബൈ.